ഇൻ്റർവ്യൂവിൽ ഫെയിലായത് കാരണം ഹൂഷു ആകെ നിരാശയായി തിരികെ പോവുകയാണല്ലോ. അപ്പോഴാണ് റെൻ്റൽ എഗ്രിമെൻറ്റിൻ്റെ കോപ്പി വാടകക്കാരന് ഇതുവരെ കൊടുത്തിട്ടില്ല, അത് എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രോപ്പർട്ടി ഓഫീസിൽ നിന്ന് അവൾക്ക് കോൾ വന്നത്. അങ്ങനെ അത് വാങ്ങി അവനത് നൽകാനായി പോകുന്നു. ഇതേ സമയത്ത് തന്നെ ഷിയുവിന് ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അവൻ കുറച്ച് ദിവസങ്ങളായി അതുവഴിയൊക്കെ നടന്ന് എന്തൊക്കെയോ വരച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇത് അവിടുത്തെ ഒരു താമസക്കാരൻ ശ്രദ്ധിച്ചിരുന്നു. അവൻ എന്തെങ്കിലും ദുരുദ്ദേശത്തോടെ ആയിരിക്കുമോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അയാൾ സംശയിക്കുന്നു. അങ്ങനെ അവനെ പിടിച്ചു നിർത്തി അയാൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അവൻ അവിടുത്തെ വാടകക്കാരനാണെന്ന് പറഞ്ഞിട്ട് അയാൾ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം അവിടുത്തെ റെൻ്റൽ എഗ്രിമെൻ്റൊക്കെ അയാൾ ചെക്ക് ചെയ്തപ്പോൾ അവൻ്റെ പേര് അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഗോങ്ങിൻ്റെ പേരിലാണല്ലോ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഗോങ് ഇവനെ കാണാനായി വന്ന സമയത്ത് അബദ്ധത്തിൽ അടുത്ത മുറിയിലേക്ക് കയറിയിരുന്നല്ലോ. ആ മുറിയിലെ താമസക്കാരൻ ആരോ തൻ്റെ മുറിയിൽ അതിക്രമിച്ച് കയറിയെന്ന് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ അയാൾ അവിടുത്തെ അസോസിയേഷനോട് അതിൻ്റെ പരാതിയൊക്കെ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവനിപ്പോൾ ഈ റൂമിൽ മോഷ്ടിക്കാനായി കയറുകയാണ് എന്നും അയാൾ ആരോപിക്കുന്നു. ഈ ബഹളം കേട്ട് അവിടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നവർ അവിടേക്ക് വരുന്നുണ്ട്. ഗോങ്ങിന് അയാളെ എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണം എന്നറിയാതെ അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അയാൾ അതിനും സമ്മതിക്കുന്നില്ല. അങ്ങനെ അവൻ ആകെ പെട്ടു നിൽക്കുന്ന സമയത്താണ് ഹൂഷു അങ്ങോട്ടേക്ക് എത്തിയത്. അവൾ മറ്റേ ആളുടെ തലക്കിട്ടൊരു തട്ട് കൊടുക്കുന്നു. മാത്രമല്ല എൻ്റെ വാടകക്കാരനെ ചോദ്യം ചെയ്യാൻ നിനക്ക് ആരാണ് അധികാരം തന്നെന്ന് ചോദിച്ച് അയാളെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. താനാണ് അവളുടെ വാടകക്കാരനെന്ന് ഷിയു ഇതുവരെ അവളോട് നേരിട്ട് സമ്മതിച്ചിട്ടില്ലല്ലോ. എന്നിട്ടും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അവൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവനെ ഇംപ്രസ് ചെയ്യിക്കുന്നുണ്ട്. അവൻ വാടകക്കാരൻ തന്നെയാണ് എന്ന് ഉറപ്പായതോടെ അയാൾ പിന്നെ എന്തിനാണ് അവനിങ്ങനെ ഒരു സ്കെച്ച് റെഡിയാക്കുന്നത് എന്നതിനെ പറ്റി ചോദിക്കുന്നു. അതിൻ്റെ ഉത്തരം ഹൂഷുവിനും അറിയില്ലല്ലോ. അതുകൊണ്ട് ഷിയു തന്നെ അതിന് മറുപടി നൽകുന്നു. തൻ്റെ ടാബിലുണ്ടായിരുന്ന പെയിൻറ്റിങ് അവനെല്ലാവരെയും കാണിക്കുന്നുണ്ട്. അതോടെ അവനൊരു ആർട്ടിസ്റ്റാണ്, ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് താമസിക്കുന്നത് എന്നൊക്കെ അവിടെ കൂടി നിൽക്കുന്നവർ വിചാരിക്കുന്നു. മാത്രമല്ല ഷിയു ഗോങ് എന്ന് അബദ്ധത്തിൽ മറ്റേ റൂമിൽ കയറിയ കാര്യവും സമ്മതിക്കുന്നുണ്ട്. അയാളോട് സോറി പറയുകയും ചെയ്യുന്നു. അയാൾക്ക് അത് വലിയ വിഷയമായിരുന്നില്ല. അത് കാര്യമാക്കാതെ അയാൾ തിരികെ പോകുന്നു. ബാക്കിയുള്ളവരും അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നുണ്ട്. പ്രശ്നമുണ്ടാക്കിയ ആൾ മാത്രം ഇപ്പോഴും എന്തൊക്കെയോ പറഞ്ഞ് തർക്കിക്കുന്നുണ്ടെങ്കിലും ഹൂഷു അയാളെയും ഓടിച്ചു വിടുന്നു. ഇവിടെ ഇങ്ങനൊരു പ്രശ്നം നടക്കുന്നതിനാൽ കയ്യിലുണ്ടായിരുന്ന ആ മോഡൽ താഴെ ഇട്ടിട്ടായിരുന്നു അവൾ ഓടി അങ്ങോട്ടേക്ക് വന്നത്. അതിനെന്തെങ്കിലും പറ്റിയോ എന്ന് അവളിപ്പോൾ ഓടിച്ചെന്ന് നോക്കുന്നു. കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത്. അവൾ ഇങ്ങനെ ആ മോഡൽ എടുത്ത് നോക്കുന്നത് അവൾക്ക് പിന്നാലെ വന്ന ഷിയുവും കാണുന്നുണ്ട്. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി അവളുമായി സംസാരിക്കാതിരിക്കുന്നത് മര്യാദയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഒരിടത്തിരുന്ന് അവളുമായി സംസാരിക്കുന്നു. വാടകക്കാരൻ താനാണ് എന്നുള്ള കാര്യം അവളോട് മറച്ചു വെച്ചതിന് അവൻ സോറി പറയുന്നു. പുതിയൊരു എഗ്രിമെൻറ്റ് എഴുതാനും പറയുന്നുണ്ട്. ഗെയിമിൽ NPC ആയൊക്കെ പ്ലേ ചെയ്യുന്നതുകൊണ്ട് അവൻ തൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് ഹൂഷുവിന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അവളത് വലിയ കാര്യമാക്കുന്നില്ല. പിന്നെ കൂടുതലൊന്നും സംസാരിക്കാനുള്ള മൂഡിലുമായിരുന്നില്ലല്ലോ അവളിങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നു. അതിൻ്റെ കാരണവും അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അവൾ അന്നത്തെ ഇൻ്റർവ്യൂവിനെ പറ്റി പറയുന്നു. താൻ കൊണ്ടുപോയ ആ മോഡൽ പോലും ഒന്ന് നോക്കാൻ അവർ തയ്യാറാവാതിരുന്നതിനെ പറ്റി അവൻ വിഷമത്തോടെ പറയുന്നുണ്ട്. ആ മോഡൽ കുറച്ച് മുമ്പ് ഷിയു കണ്ടിരുന്നല്ലോ. അതൊരു ലൈബ്രറിയുടെ മോഡലാണ് എന്ന് അവന് മനസ്സിലായിരുന്നു. അവൻ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അവൾ കുറച്ച് അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം ഇതിനെപ്പറ്റിയൊക്കെ അറിയാവുന്ന ഒരാൾക്കല്ലേ അത്ര ആധികാരികമായി അത് പറയാൻ പറ്റുകയുള്ളൂ. അത് ലൈബ്രറി ആണ് എന്ന് പറയുക മാത്രമല്ല അവൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത്ര നല്ലൊരു ഡിസൈൻ തയ്യാറാക്കിയതിന് അവൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് പിന്നീട് ആ ഫീൽഡ് വിട്ടതെന്നും അവൻ ചോദിക്കുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള കാര്യം അവൾ പറയുന്നില്ല. പ്രാക്ടിക്കലായിട്ട് അന്ന് തോന്നിയത് മറ്റേതെങ്കിലും ജോലിയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പക്ഷേ ഇനി വീണ്ടും ആ വഴിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ആർക്കിടെക്ട് ഫീൽഡിലേക്ക് തന്നെയാണ് നോക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അവൾ പറയുന്നു. അതിനുശേഷം അവനോട് യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്താണ് അവൻ്റെ പേര് അവൾ ചോദിക്കുന്നത്. യു എന്നാണ് അവൻ പേര് പറഞ്ഞു കൊടുത്തത്. അവൾ തിരികെ പോകുന്ന സമയത്ത് ആ ജോലി ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് സുലിൻ കമ്പനിയിൽ നിന്ന് വീണ്ടും വിളിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഫീൽഡിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ആ ഓഫർ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി ഷിയു അവളുടെ ആ ബോക്സ് ചെക്ക് ചെയ്യുന്നു. അതിൽ ആർക്കിടെക്റ്റ് ഫീൽഡുമായി ബന്ധപ്പെട്ട കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അവൾ അതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അത് കണ്ടപ്പോൾ അവന് മനസ്സിലാവുന്നു. അടുത്ത ദിവസം അവൾ സാവോയുടെ കഫേയിലിരുന്ന് ജോലിക്കായി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ അമ്മ വിളിച്ചിട്ട് അന്ന് അവൾ മറന്നു വെച്ചിട്ട് പോയ ആ ഡ്രിങ്ക്സ് നേരിട്ട് നൽകാനായി അമ്മയും അച്ഛനും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. ഷിയു അവിടെ റെൻറ്റിന് താമസിക്കുന്ന വിവരം അവർക്കറിയില്ലല്ലോ. അതുകൊണ്ട് അവൾ അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി ഓടുന്നു. കൂട്ടത്തിൽ ഗോങ്ങിനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കുറേ തവണ വിളിച്ചിട്ടും അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. എന്തായാലും അച്ഛനും അമ്മയും വീട്ടിലേക്ക് വന്ന് കയറുന്നതിന് മുമ്പ് തന്നെ അവൾ ഓടിപ്പിടിച്ച് അവിടെ എത്തുന്നു. അവരെ അകത്തേക്ക് കൊണ്ടുപോകാതെ അവൾ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. വാതിലിനടുത്തെത്തിയപ്പോൾ കീ എടുക്കാൻ മറന്നുവെന്ന് അവൾ പറഞ്ഞു നോക്കുന്നു. പക്ഷേ അമ്മയുടെ കൈവശം സ്പെയർ കീ ഉണ്ടായിരുന്നതിനാൽ അതുപയോഗിച്ച് അവൾക്ക് അകത്തേക്ക് കയറേണ്ടി വരുന്നു. അകത്ത് ഷിയു കാണുമോ എന്ന് പേടിച്ച് പുറത്തു നിന്ന് അവൻ കേൾക്കുന്ന വിധത്തിൽ അവൾ ഉറക്കെ അമ്മയോടും അച്ഛനോടുമൊക്കെ സംസാരിച്ച് ക്ലൂ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വാതിൽ തുറന്നപ്പോൾ അകത്താരും ഉണ്ടായിരുന്നില്ല. അവിടെ കിടപ്പുണ്ടായിരുന്ന അവൻ്റെ ചെരുപ്പെടുത്ത് അമ്മയും അച്ഛനും കാണാതെ അവൾ ഒളിപ്പിക്കുന്നു. അവൻ്റെ ഒരു കോട്ട് അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് അവർ കാണുന്നു.
ഇത്ര വലിയ കോട്ട് നിനക്ക് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ്, ഓവർ സൈസ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് അവൾ പിടിച്ചു നിൽക്കുന്നു. ഓവർ സൈസ് ഇഷ്ടമാണെന്നൊക്കെ എനിക്കും അറിയാം, പക്ഷേ ഇത്രയും വലുത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് അമ്മ പറയുന്നുണ്ടെങ്കിലും അവൾ അത് എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി ഒഴിവാക്കുന്നു. അപ്പോഴാണ് അവിടെ ഒരു പുതിയ കോഫി മെഷീൻ ഇരിക്കുന്നത് അച്ഛൻ കണ്ടത്. മുമ്പ് അങ്ങനെ ഒരെണ്ണം അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അതിനെപ്പറ്റി അച്ഛൻ ചോദിക്കുന്നു. സാഹുയുടെ കഫയിൽ നിന്ന് അവൾ എടുത്തു മാറ്റിയ പഴയതാണ്, പുതിയതല്ല, അങ്ങനെ സാഹു തന്നതാണ് എന്ന് പറഞ്ഞ് അവൾ പിടിച്ചു നിൽക്കുന്നു. ഷിയോ അതിനുള്ളിലില്ല എന്ന് കുറച്ച് സമയത്തിനുള്ളിൽ അവൾക്ക് ബോധ്യമാകുന്നു. അതോടെ അവൾക്ക് ആശ്വാസമാകുന്നുണ്ട്. അപ്പോഴാണ് അച്ഛനും അമ്മയും കൂടി കൊണ്ടുവന്ന ഫുഡ് അവിടെ റെഡിയാക്കാൻ തുടങ്ങിയത്. പുറത്ത് പോയി കഴിച്ചാൽ പോരെയെന്ന് അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ പെട്ടെന്ന് റെഡിയാവുന്ന സാധനങ്ങളാണ്, എന്തിനാണ് വെറുതെ കാശ് കളയുന്നതെന്ന് പറഞ്ഞ് അവർ അവിടെ തന്നെ നിന്ന് ഫുഡ് റെഡിയാക്കാൻ തുടങ്ങുന്നു. പിന്നെ അവൾക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഈ സമയത്ത് ഗോങ്ങിനെ വിളിക്കാൻ അവൾ വീണ്ടും നോക്കുന്നു. അപ്പോഴാണ് ഫോൺ ഓഫായത് കാണുന്നത്. അങ്ങനെ അവളുടെ മുറിയിലേക്ക് കയറി അവൾ ഫോൺ ചാർജ് ചെയ്യുന്നു. ഗോങ് ഈ സമയം ഷിയുവിൻ്റെ അടുത്തായിരുന്നു. കുറേ സമയം കഴിഞ്ഞാണ് അവൻ ഫോൺ ചെക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഹൂഷു കുറേ തവണ വിളിച്ചിരിക്കുന്നതുകൊണ്ട് എഗ്രിമെൻറ്റിൻ്റെ എന്തെങ്കിലും വിഷയമായിരിക്കുമോ എന്ന് കരുതി ആദ്യം ഷീവനോട് അതിനെപ്പറ്റി ചോദിക്കുന്നു. പക്ഷേ അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്നറിഞ്ഞപ്പോൾ പിന്നെ ഇത്രയും തവണ എന്തിനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുമെന്ന് ഗോങ് സംശയിക്കുന്നു. അവർ ഉടനെ തന്നെ അവളുടെ ഫോണിലേക്ക് തിരികെ വിളിക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് അവൾ ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കുമോ എന്ന് കരുതി ഷിയു അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. തൻ്റെ നമ്പർ അവൾക്ക് കൊടുക്കാനും ഗോങ്ങിനോട് പറയുന്നുണ്ട്. ഹൂഷു ഈ സമയമൊക്കെ അവൻ അകത്തേക്ക് കയറി വരുമോ എന്ന് പേടിച്ച് ആകെ ടെൻഷനായി വാതിലിലേക്ക് നോക്കിയിരിക്കുകയാണ്. അവസാനം അവൾ തന്നെ അതിനൊരു സൊല്യൂഷൻ കാണുന്നു. ഒരു പേപ്പറിൽ ഇപ്പോൾ അകത്തേക്ക് കയറരുതെന്ന് എഴുതി അവൾ ആ വാതിലിൽ കൊണ്ടൊട്ടിച്ച് വെക്കുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എന്തോ ഒരു സാധനം വാങ്ങാനായി അച്ഛൻ അവളോട് പറയുന്നത്. ആദ്യം അവൾ വയ്യെന്ന് പറയുന്നുണ്ടെങ്കിലും അവർ പുറത്തേക്ക് പോയാൽ അതിനെക്കാളും പ്രശ്നമാവുമല്ലോ. അതുകൊണ്ട് തന്നെ അവസാനം അവൾ തന്നെ പോകാൻ തയ്യാറാവുന്നു. അങ്ങനെ ഫോണും എടുത്തുകൊണ്ട് പോകാൻ ഇറങ്ങുമ്പോഴാണ് ഗോങ് അവൻ്റെ നമ്പർ അയച്ചു കൊടുത്തിരിക്കുന്നത് അവൾ കാണുന്നത്. ഈ സമയത്ത് ഷിയു അവിടെ എത്തിയിരുന്നു. ഡോറിൽ ഒട്ടിച്ചിരിക്കുന്നത് കണ്ട് അവൻ അകത്തേക്ക് കയറാതെ എന്താണ് സംഭവം എന്ന് അറിയാൻ വയ്യാതെ അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഈ സമയത്താണ് ഹൂഷു കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവനെ കണ്ടതും അവൾ അവനെയും പിടിച്ചുകൊണ്ട് കുറച്ച് മാറിയിട്ട് ഇതുപോലെ പേരൻസ് വന്നിട്ടുണ്ട്, കുറച്ച് സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ സമയത്ത് അവളുടെ അച്ഛനും അമ്മയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ ഇവർ ഒരുമിച്ച് നിൽക്കുന്നത് കാണുന്നു. അവർ കരുതിയത് അവളുടെ പുതിയ ബോയ് ഫ്രണ്ട് ആയിരിക്കും അവനെന്നാണ്. ആ ധാരണ മാറ്റുന്നതിന് വേണ്ടി ഇതിൻ്റെ കൊളീഗാണ് എന്ന് പറഞ്ഞ് അവൾ വലിയ സൗഹൃദത്തോടെ അവനെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ അവർ അവനെ അകത്തേക്ക് ക്ഷണിക്കുന്നു. ഫുഡ് കഴിക്കാൻ അവർ അവനെയും കൂടി വിളിച്ചിരുത്തുന്നുണ്ട്. പക്ഷേ അവൻ ഓൾറെഡി കഴിച്ചതാണ്. അവനിപ്പോൾ വിശപ്പില്ല എന്ന് പറഞ്ഞ് അവൾ അവനെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീവന് പക്ഷേ ഫുഡ് കഴിക്കണമെന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഓൾറെഡി കഴിച്ചതാണെങ്കിലും എനിക്കിപ്പോൾ വിശപ്പുണ്ട് എന്ന് പറഞ്ഞ് അവൻ കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇതിനിടയിൽ അമ്മ അവനെ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ ഒരു കൊളീഗിനെ പറ്റി നീ മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ, എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് അധിക സമയമായിട്ടില്ല, ഒരു ഡോക്യുമെൻ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ ഹൂഷു പറഞ്ഞൊപ്പിക്കുന്നു. എന്ത് ഡോക്യുമെൻ്റ് ആണ് എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് പെട്ടെന്ന് മറുപടി ഒന്നും കിട്ടുന്നില്ല. അവൻ എന്തെങ്കിലും മറുപടി നൽകാൻ അവൾ ആംഗ്യം കാണിക്കുന്നു. അവന് പെട്ടെന്ന് വാടക കരാറിൻ്റെ കാര്യമാണ് വായിൽ വന്നത്. അവനത് പറയുന്നുണ്ട്. ഉടനെ അത് പറഞ്ഞതിന് അവൾ അവൻ്റെ കാലിലിട്ടൊരു തട്ട് കൊടുക്കുന്നു. അവൻ പിന്നെ പെട്ടെന്ന് മാറ്റി എൻ്റെ വാടക കരാർ ഇവളുടെ കൈവശം ഇരിക്കുകയായിരുന്നു, അത് മേടിക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. അവൻ വാടകയ്ക്കാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവളുടെ ലവറാണെന്നാണല്ലോ അമ്മ വിചാരിച്ചു വെച്ചേക്കുന്നത്. പക്ഷേ അച്ഛൻ അത്രയൊക്കെ ആയപ്പോൾ അമ്മയെ തടയുന്നുണ്ട്, കൂടുതലൊന്നും ചോദിക്കാൻ സമ്മതിക്കുന്നില്ല. ഷിയു ഇത്തവണയും എന്താ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഹൂഷു മുമ്പത്തെ പോലെ അവൻ്റെ കാലിൽ തട്ടാൻ ഒരുങ്ങുന്നു. പക്ഷേ അവൻ കൃത്യമായിട്ട് കാല് വലിക്കുന്നു. അവൾ അങ്ങനെ ചെയ്യുമെന്ന് അവൻ ഗസ് ചെയ്തിരുന്നു. ഇനി അധിക സമയം അവൻ അവിടെ ഇരുത്തിയാൽ ശരിയാവില്ലെന്ന് തോന്നുന്നതിനാൽ ഹൂഷു അവനെ മതിയായി എന്ന് പറഞ്ഞ വേഗം അവനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. അവർ താഴെ കൂടി പോകുന്നത് അച്ഛനും അമ്മയും ജനൽ കൂടി വാച്ച് ചെയ്യുന്നു. അവരങ്ങനെ നോക്കുമെന്ന് അറിയാവുന്നതുപോലെ ഹൂഷു തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ രണ്ടുപേരും പെട്ടെന്ന് ഒളിക്കുന്നുണ്ട്. അടുത്തുള്ള ഒരു ഷോപ്പിലേക്കാണ് അവൾ അവനെയും കൊണ്ട് പോയത്. ഒരു കോഫിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതിന് സോറി പറയുന്നു. ഇനി ഒരു 2 മണിക്കൂറിനുള്ളിൽ അവർ തിരികെ പോകും. അതുവരെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോട്ടൽ അവന് താമസിക്കാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്ത് കൊടുക്കാം എന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ആവശ്യമില്ല എന്ന് അവൻ പറയുന്നു. പക്ഷേ എത്രയും പെട്ടെന്ന് ഈ കള്ളത്തരം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ജോലി റിസൈൻ ചെയ്ത കാര്യം അവരിൽ നിന്ന് മറച്ചു വയ്ക്കാതെ അവരോട് പറയുന്നതാണ് നല്ലത് എന്നൊക്കെ അവൻ വാണിംഗ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കാലം ഇങ്ങനെ കള്ളം പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ കുറച്ച് സമയം കൂടി ആവശ്യമാണ് എന്ന് അവൾ പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹൂഷുവിന് അവിടുത്തെ ഡൈനാമിസം എന്ന കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂവിനുള്ള കോൾ വന്നത്. മുമ്പ് ഈ ഡൈനാമിസം കമ്പനിയെ പറ്റി ഒന്ന് പറഞ്ഞിരുന്നല്ലോ. ശരിക്കും ഹൂഷുവിൻ്റെ ഡ്രീം കമ്പനിയാണത്. അവിടുത്തെ ഡിസൈനർ അവളുടെ റോൾ മോഡലാണ് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കോൾ വന്നപ്പോൾ അവൾ ശരിക്കും എക്സൈറ്റഡ് ആവുന്നു. പക്ഷേ മുമ്പ് ഒരു ദുരനുഭവം ഉണ്ടായതുകൊണ്ട് ആർക്കിടെക്റ്റിൻ്റെ വേക്കൻസിയിലേക്ക് തന്നെയാണോ തന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന് അവളിപ്പോൾ മുൻകൂട്ടി ചോദിക്കുന്നുണ്ട്. അതുതന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷം അടക്കാനാവുന്നില്ല. കൃത്യസമയത്ത് ചെല്ലാമെന്ന് സമ്മതിച്ച് അവൾ കോൾ വയ്ക്കുന്നു. അവളിങ്ങനെ തുള്ളിച്ചാടുന്നതൊക്കെ അവൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഫോൺ വെച്ച ശേഷവും അവൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നതുണ്ട്. ഇത് ഇൻ്റർവ്യൂവിനുള്ള കോളല്ലേ, ജോലി ഉറപ്പൊന്നും ആയില്ലല്ലോ, പിന്നെ എന്തിനാ ഇത്ര എക്സൈറ്റഡ് ആവുന്നതെന്ന് അവൻ ചോദിക്കുന്നു. തൻ്റെ ഡ്രീം കമ്പനിയാണ് അതെന്നും റോൾ മോഡൽ അവിടുത്തെ ഡിസൈനറാണ് എന്നുമുള്ള കാര്യങ്ങളൊക്കെ അവൾ അവനുമായി ഷെയർ ചെയ്യുന്നുണ്ട്.
മാത്രമല്ല അച്ഛനമ്മമാരോട് ജോലി നഷ്ടപ്പെട്ട വിവരം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പല പല എക്സ്ക്യൂസുകൾ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും താൻ തിരഞ്ഞെടുത്ത വഴി തെറ്റിപ്പോയെന്ന പേടി അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൾ വന്നപ്പോൾ അവൾക്ക് ശരിക്കും ആശ്വാസവും സന്തോഷവും ഒക്കെ ഇത്രയധികം ഫീൽ ചെയ്യുന്നത്. അങ്ങനെ അടുത്ത ദിവസം ആ പറഞ്ഞ സമയത്ത് തന്നെ ഹുഷു ഇൻ്റർവ്യൂവിന് പോകുന്നു. ആ കമ്പനിയെ പറ്റി അവൾ ഈ സമയത്ത് നെറ്റിലൊക്കെ കുറച്ച് സെർച്ച് ചെയ്ത് പഠിക്കുന്നുണ്ട്. അവളുടെ റോൾ മോഡലായ അവിടുത്തെ ആ മെയിൻ ഡിസൈനർ ഇതുവരെ പബ്ലിക്കായിട്ടൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ ഫേസ് ഒന്നും ആർക്കും അറിയില്ല എന്നൊക്കെ ആ ഡീറ്റെയിൽസിൽ നിന്ന് അവൾ കേൾക്കുന്നു. അവൾ അവിടെ എത്തിയ ശേഷമാണ് ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ആൾ അതുവഴി പാസ് ചെയ്ത് പോയത്. ഇന്നത്തെ ഇൻ്റർവ്യൂവിന് അവിടുത്തെ ഫൗണ്ടർ കൂടി എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹുഷുവിനെ അവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിട്ടാണ് അകത്തേക്ക് കയറി പോയത്. അവർ അകത്ത് ചെല്ലുമ്പോൾ മറ്റേ ഫൗണ്ടർ അവിടെ ഇരിപ്പുണ്ട്. അയാളുടെ മുഖം പക്ഷേ ഇപ്പോൾ കാണിക്കുന്നില്ല. രണ്ടുപേരും എത്തിയതോടെ ഹുഷുവിനെ അവർ അകത്തേക്ക് വിളിക്കുന്നു. HR മാനേജർ കൂടി അവളെ ഇൻ്റർവ്യൂ ചെയ്യാനുണ്ട്. അങ്ങനെ മൊത്തം 3 പേരാണുള്ളത്. അവൾ അകത്തേക്ക് ചെന്ന ശേഷമാണ് അവിടെ ഇരിപ്പുണ്ടായിരുന്ന ആ ഫൗണ്ടർ എഴുന്നേറ്റ് നേരെ വന്നത്. അത് ഷിയു ആയിരുന്നു. അവനെ അവിടെ കണ്ട് അവൾ ആകെ ഷോക്കാവുന്നു. അവൻ എന്താണ് ഇവിടെ കാര്യമെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അവൻ സാധാരണ ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസ് ഒന്നും അറ്റൻഡ് ചെയ്യാറുള്ളതല്ല. ഇതിപ്പോൾ ഇവളായതുകൊണ്ടാണ് അവൻ നേരിട്ട് വന്നിരിക്കുന്നത്. അവൻ കൂടി വന്നിരുന്നു കഴിഞ്ഞപ്പോൾ HR മാനേജർ അവരെ രണ്ടുപേരെയും പരിചയപ്പെടുത്തുന്നു. ആ കമ്പനിയുടെ പാർട്ട്നേഴ്സാണ് അവർ രണ്ടുപേരും. ഒന്ന് ഷോയാനാണ്, മറ്റേത് ഷിയുവും. ഈ ഷിയു ആണ് ഈ ഡൈനാമിസം എന്ന കമ്പനിയുടെ ഫൗണ്ടറും മെയിൻ ഡിസൈനറും എന്നൊക്കെ HR മാനേജർ അവനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഹുഷു ഇതെല്ലാം കേട്ട് ആകെ ഷോക്കായിരിക്കുകയാണ്. പക്ഷേ അവൻ അവളെ ഒട്ടും പരിചയമുള്ളതായി കാണിക്കുന്നില്ല. ഇൻ്റർവ്യൂ തുടങ്ങാൻ പറയുന്നുണ്ട്. ആദ്യം ഷോയാനാണ് അവളോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയത്. അവൾ കരിയർ ചേഞ്ച് ആക്കിയതിനെ പറ്റിയൊക്കെയാണ് അവർ ആദ്യം ചോദിച്ചത്. അതിനെപ്പറ്റിയൊക്കെ ഹുഷു നല്ല മറുപടി നൽകുന്നു. 3 വർഷമായിട്ട് അവൾക്ക് ഈ ഫീൽഡുമായി യാതൊരു കണക്ഷനുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇപ്പോഴത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. 3 വർഷമായി ഈ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നെങ്കിലും ആർക്കിടെക്ചർ ആ സമയത്തും പഠിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആണ് എന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ അതുമായി കണക്ട് ചെയ്ത കുറച്ച് ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ അവൾ വളരെ കൃത്യമായി തന്നെ ഉത്തരം നൽകുന്നു. 1-2 ചോദ്യങ്ങൾക്ക് അവൾ കൃത്യമായി മറുപടി നൽകി കഴിഞ്ഞപ്പോൾ അവർ ഇംഗ്ലീഷിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അവൾക്ക് അതിന് ഉത്തരം പറയാൻ കഴിയില്ല എന്നായിരുന്നു അവർ വിചാരിച്ചത്. പക്ഷേ ഇംഗ്ലീഷിൽ തന്നെ ഹുഷു അതിന് കൃത്യമായ മറുപടി നൽകുന്നു. അതോടെ അവർ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. അവരുടെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഷിയു അവളെ ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങിയത്. അവൾ കൊണ്ടുവന്നിരിക്കുന്ന ആ മോഡൽ കാണിച്ച് അതിനെപ്പറ്റി പറയാൻ ഷിയു അവളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അവൾ അതെടുത്ത് പുറത്ത് വയ്ക്കുന്നുണ്ട്. മുമ്പ് ഒരു തവണ അവനത് കണ്ടിട്ടുള്ളതായിരുന്നല്ലോ. ആ സമയത്ത് അവൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്ത് അവനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അവളോട് ചോദിക്കുന്നു. അത് വളരെ നെഗറ്റീവായിട്ടൊരു ഫീലിംഗ് ആണ് ഹുഷുവിന് നൽകിയത്. താൻ അവനോട് അങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവൻ തന്നോട് ചോദിച്ചത് എന്നൊരു ചിന്ത അവൾക്കുണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെയാണ് അവൾ അതിന് മറുപടി പറഞ്ഞത്. അവളുടെ ആ ഡിസൈന് മെയിനായിട്ടൊരു പോരായ്മ ഉണ്ട്. അതെന്താണെന്ന് അവൾക്ക് അറിയാമോ എന്നായിരുന്നു അവൻ ചോദിച്ചത്. അവൾക്ക് അതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള തൂണുകളും മറ്റും അതിന് വേണ്ടതാണ്. പക്ഷേ ഹുഷുവിൻ്റെ ഈ ഡിസൈനിൽ അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അവൾ അതിൽ വെച്ചിരുന്ന ചെറിയൊരു സാധനം എടുത്തു മാറ്റിയപ്പോൾ തന്നെ അതെല്ലാം കൂടി തകർന്ന് വീഴുന്നുണ്ട്. ഈ ഡിസൈൻ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കാഴ്ചയിലുള്ള ഭംഗിയും അതിൻ്റെ ഡിസൈനും ഒക്കെയാണ് ഒരു ബിൽഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നായിരുന്നു. പക്ഷേ പിന്നീടാണ് സേഫ്റ്റി കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നും അവൾ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് ഷിയുവിൻ്റെ മനസ്സിലേക്ക് വന്നത് അവൻ്റെ കുട്ടിക്കാലത്ത് നടന്ന ആ ആക്സിഡൻ്റാണ്. മുമ്പ് സ്വപ്നത്തിൽ അവൻ അത് കണ്ട് ഞെട്ടി ഉണരുന്നത് കാണിച്ചിരുന്നല്ലോ. അന്ന് ഏതോ ബിൽഡിംഗ് തകർന്നു വീണത് കാരണമായിരുന്നു കുറേ അപകട മരണമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അതിനെപ്പറ്റിയുള്ള ചിന്ത ഇവളിത് പറയുന്നത് കേട്ടപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് വരുന്നു. അങ്ങനെ കുറച്ച് സമയം അവൻ ആബ്സെൻറ്റ് മൈൻഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ പിന്നീട് പറഞ്ഞതൊന്നും അവൻ അത്ര കാര്യമായി ശ്രദ്ധിക്കുന്നില്ല. ഷോയുവാന് അവളുടെ മറുപടിയൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും 3 ദിവസത്തിനുള്ളിൽ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയിക്കാം എന്ന് പറഞ്ഞ് അവളെ അവർ പറഞ്ഞയക്കുന്നു. ഹുഷുവിന് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ജോലി കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഷിയു ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അവളോട് ചോദിച്ചത്. എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് അവൻ തന്നെ ഇത്രയും ദിവസം പൊട്ടം കളിപ്പിക്കുകയായിരുന്നു. ഒരു ജോക്കറിനെ പോലെയാണ് താൻ അവൻ്റെ മുന്നിൽ നിന്നത് എന്നൊക്കെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ നിന്ന് അവനോടുള്ള ദേഷ്യം കാണിച്ചിട്ടാണ് അവൾ പോയത്. മുകളിലോടത്ത് നിന്ന് അവൻ ഇത് കാണുന്നുണ്ടായിരുന്നു. അവൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കമ്പനിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഷോയുവാന് അവനോട് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അതിനെപ്പറ്റി സംസാരിക്കുന്നു. മുമ്പ് സൂളിങ്ങിൻ്റെ GM ഒരു ഡിസൈൻ കോമ്പറ്റീഷനിൽ മത്സരിക്കുന്നതിനെ പറ്റിയൊക്കെ മറ്റൊരാളോട് സംസാരിക്കുന്നതിനെ പറ്റി നമ്മൾ കണ്ടിരുന്നല്ലോ. അതേ കോമ്പറ്റീഷനിൽ ഇവൻ്റെ കമ്പനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ സൂളിങ്ങിനെ പരാജയപ്പെടുത്തി ഈ പ്രോജക്റ്റ് തങ്ങൾക്ക് കിട്ടുമോ എന്ന കാര്യത്തിൽ ഷോയുവാന് സംശയമുണ്ട്. അവർ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ഷിയുവിന് അങ്ങനെ ഒരു സംശയമേ ഇല്ല. അവൻ നല്ല കോൺഫിഡൻസിലാണ് ഇതിൽ വിജയിക്കാൻ പറ്റും എന്ന് തന്നെ അവൻ ഉറപ്പിക്കുന്നു. ഈ ഒരു ഡിസൈൻ കോമ്പറ്റീഷനിൽ മത്സരിച്ച് വിജയിക്കാൻ കഴിഞ്ഞാൽ അതിലൂടെ കുറച്ച് ഇൻ്റർനാഷണൽ അവാർഡുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നും അവൻ പറയുന്നു. അങ്ങനെ അവാർഡ് നോക്കി മാത്രമാണ് അവൻ ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനെ അവൻ അതിനൊന്നും താല്പര്യമുള്ളതല്ലല്ലോ എന്ന് അവർ പറഞ്ഞപ്പോൾ
താല്പര്യമുണ്ടായാൽ എന്താണ് കുഴപ്പം? അവാർഡും ഞാൻ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്ന് അവൻ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നത് ആരോ രഹസ്യമായി ഫോണിൽ വീഡിയോ എടുക്കുന്നത് കാണിക്കുന്നു. പക്ഷെ ആരാണ് എന്ന് കാണിക്കുന്നില്ല.